ഹോർമുസ് അമേരിക്കൻ അധീനതയിലെന്ന ഭൂപടം സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രകോപനപരമായ ഭൂപട പബ്ലിഷിംഗ് എന്നത് പ്രധാനമാണ്. എന്നാൽ സമാധാന ധാരണയിലെ വ്യവസ്ഥകൾ അമേരിക്ക നടപ്പാക്കും വരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാൻ അസന്നിഗ്ധമായി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇന്നലെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ അവസാനിച്ചത്. അതിനുശേഷം ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകളുമായി അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ പ്രതിച്ഛായ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. റോയിട്ടേഴ്സിന്റെ ഇപ്സോസ് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 64% പേരും ട്രംപിന്റെ ഭരണ നിർവഹണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇപ്പോൾ ഇത്തരത്തിൽ ഹോർമുസിൽ ഇരു കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒമാനും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഈ ഹോർമുസിന്റെ അധീനതയുമായി ബന്ധപ്പെട്ടതിനിടയിലാണ് അമേരിക്കയുടെ ഈ പ്രകോപനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ജൂൺ 17 ഒപ്പുവച്ച സമാധാന ധാരണ കരാറിലെ വ്യവസ്ഥകൾ കീഴ്മേൽ മറിഞ്ഞ് സമാധാന ധാരണ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും പ്രകോപനപരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ ഈ പോസ്റ്റ്. അതായത് പുതിയ US അധീന പ്രദേശം എന്ന തലക്കെട്ടോടുകൂടി ഹോർമൂസ് കടലിടുക്കിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. ഇതിൽ ഹോർമൂസ് കടലിടുക്ക് വട്ടമിട്ട് കാണിച്ചുകൊണ്ട് ഇത് US അധീനതയിലുള്ള പ്രദേശമാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. നേരത്തെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പല അവകാശവാദങ്ങളും പല ഘട്ടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നു. ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അത് സ്വന്തം അധീന പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്നു. അതിന് ഇറാൻ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു പടി കൂടി കടന്ന ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു നീക്കം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഭൂപടം സ്വന്തം മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തോട് ഇറാന്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. അതായത് ഇടക്കാല കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും എന്നവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, പുതിയ ഒരു ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഖത്തറിന്റെ നിലപാടാണ്. ഇറാനും ഒമാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ പുതിയ പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അവർ ചർച്ച നടത്തിയത്. ആ ഉഭയകക്ഷി ചർച്ചയ്ക്കെതിരെ അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഖത്തറിന്റെ വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം ചർച്ചകളിൽ നിറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഒമാൻ ചർച്ചകളെ പിന്തുണയ്ക്കുന്നു. അവർ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉടനെ ഇറക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് അനിശ്ചിതത്വത്തിലായ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ സഹായിക്കും എന്ന തരത്തിലാണ് ഖത്തറിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നതും. എന്തായാലും ഇറാൻ പാർലമെന്റ് സ്പീക്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇറാൻ ഒമാൻ പാത അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയിലെത്തിയാലും ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല. അമേരിക്ക നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതുവരെ, പ്രത്യേകിച്ച് സമാധാന കരാറിലെ വ്യവസ്ഥകൾ അത് അവർ പാലിക്കുന്നതുവരെ ഹോർമൂസിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കാലിബഫ് അല്പം മുമ്പും ആവർത്തിച്ചിരിക്കുന്നു. അതായത് ഹോർമൂസ് വിഷയത്തിൽ ഇറാനും അമേരിക്കയും അനുദിനം അവർ തമ്മിലുള്ള ചിരവൈരം കൂടുതൽ രൂക്ഷമാകുന്നു. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ 60 ദിവസത്തെ കരാർ അവസാനിച്ചിരുന്നു. 60 ദിവസത്തെ കരാർ അവസാനിച്ച സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരു പടി കൂടി കടന്ന ട്രംപിന്റെ പ്രകോപനം, അതിനോട് അതിശക്തമായ ഭാഷയിൽ ഇറാന്റെ പ്രതികരണം, ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചയിൽ ഖത്തറിന്റെ പുതിയ പ്രതികരണം, ഇതെല്ലാം വായിച്ചെടുക്കേണ്ടത്. മറ്റൊന്നുകൂടി ഈ ഘട്ടത്തിൽ നിർണായകമാകുന്നത് രഞ്ജിത്ത്, റോയിറ്റേഴ്സുമായി നടത്തിയ ഒരു സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായ എല്ലാ കാലത്തെക്കാട്ടിയും ഇടിയുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് കണക്കുകളടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. റോയിറ്റേഴ്സും ഇപ്സോസ് അഭിപ്രായ സർവേ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം 47% ജനപിന്തുണയോടെയാണ് ട്രംപ് അധികാരത്തിൽ എത്തിയത്. എന്നാൽ ഇപ്പോൾ 64% പേരാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണനിർവഹണത്തിൽ നിരാശ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഇന്ധനവില വർധനവ് ആശങ്കാജനകമായി ഉയരുന്നത്, സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ ഡെമോക്രാറ്റുകൾ മെച്ചമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വോട്ടർമാർ അങ്ങനെ പല
കരുതൽ കൊണ്ടും ട്രംപിൻ്റെ ഭരണനിർവഹണത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന അസാധാരണമായ സാഹചര്യവും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ അഭിപ്രായ സർവേകളെയും വിലയിരുത്താൻ. അങ്ങനെ ജൂൺ 17 ഒപ്പുവെച്ച സമാധാന ധാരണ അത് കീഴ്മേൽ മറിയുന്ന സാഹചര്യം, അതിൽ പറഞ്ഞിരുന്ന 60 ദിവസം, ആ 60 ദിവസം അത് വ്യവസ്ഥകൾ സംബന്ധിച്ച യാതൊരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. 60 ദിവസത്തിന് ശേഷം എന്താകും എന്ന ആകാംക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഹോർമൂസ് കടലിടുക്ക് US-ന്റെ പുതിയ അധീന പ്രദേശം എന്ന തലക്കെട്ടോടുകൂടി അതിൻ്റെ ഭൂപടം ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. അതിനോട് ഇറാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശരി കാർത്തിക്.